കുമിൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടണ്ട തെങ്ങ് കയറും. അതേപോലത്തെ എഞ്ചിനിൽ ഇത്രയും നല്ല ട്രാൻസ്മിഷൻ കൊടുക്കാൻ പറ്റിയ ആദ്യം തന്നെ ഇതിന്റെ ഹൃദയവാദികൾ കടമ്പ്. ഇത് ശരിക്കും എണ്ണപ്പിടി എന്ന് പറഞ്ഞ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യമില്ല. അവര് നല്ല ഇഞ്ചിൻ പണിയായിട്ട് വന്നുള്ളതാണ്. ഇഞ്ചിൻ അയച്ചിട്ടാക്ക ഡബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ് ഏതാണോ ചേട്ടാ. എഞ്ചിൻ ഓയിൽ കട്ടയാവാന്ന് പറയണത്. ഞാനിപ്പോ ക്രാങ്ക് കേസ് അയക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വ്ളോഗ് ചെയ്താലോ എന്നൊരു ചിന്ത. അങ്ങനെ അതേപോലെ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ANW കേട്ടോ. നമ്മളെ പ്രൊഡക്ഷനൊക്കെ ഇന്ത്യയിൽ നിർത്തിയ ഒരു വണ്ടി ANW. നമ്മളവിടെ കുറച്ച് പണിക്ക് വന്നിട്ടുണ്ട്, എഞ്ചിൻ പണിയും കുറച്ച് പണിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ടെക്നിക്കൽ റിവ്യൂ ആണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് വണ്ടി. നിങ്ങൾക്ക് അറിയാലോ, എന്തൊക്കെ ചെറുപ്പത്തിൽ ഹരായിരുന്നു. അന്ന് പ്രൈമ ഇങ്ങനത്തെ വണ്ടികളൊന്നും ഇല്ല. ഇതന്ന് 2009 കാലഘട്ടത്തിൽ ഇത് അന്ന് AC ക്യാബിൻ 9 സ്പീഡ് ഗിയർ ബോക്സ്, വേറൊരു വണ്ടി ഇല്ല ഇങ്ങനത്തെ. ഇതിനെ കാഴ്ച വയ്ക്കാൻ വേറൊരു വണ്ടി മൈനിങ്ങിലെ മടകളിലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് നമ്മുടെ മാർക്കറ്റ് ഔട്ടായി പോയി വണ്ടി. അതൊക്കെ ഞാൻ എന്താ വീഡിയോയുടെ അവസാനം പറയണം. പണിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഓടിച്ചു നോക്കിയിട്ട് വേണം നമ്മുടെ റിവ്യൂ അവസാനിപ്പിക്കാൻ. ഇപ്പോൾ അതായത് കുറച്ച് പണികളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഇതിൻ്റെ ഹൃദയവാദികൾ കടമ്പ്. ഇതിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് നമ്മുടെ കുമിൻസില്ലേ, അമേരിക്കൻ കമ്പനി. കുമിൻസിന് 24 വാൽവ് എഞ്ചിനാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ടാറ്റയ്ക്കൊക്കെ വരുന്ന എഞ്ചിന് വന്നിട്ടുള്ളത്. ഇതിന് ഈ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കമ്പനികളിലൊരു മിശ്രിതാട്ടാ. ഇത് ശരിക്കും ANW എന്ന് പറഞ്ഞ കമ്പനിക്ക് സ്വന്തമായിട്ട് ഒരു കാര്യമില്ല. അവർ എല്ലാം ഔട്ട്സോഴ്സ് ചെയ്തിട്ട് എഞ്ചിൻ, ക്ലച്ച്, ഗിയർ ബോക്സ്, ഡിഫറൻഷ്യൽ, എല്ലാ ട്രാൻസ്മിഷൻ സിസ്റ്റവും എല്ലാ കാര്യങ്ങളൊക്കെ അവർ ഔട്ട്സോഴ്സ് ചെയ്തിട്ട് ഒരു വണ്ടി അസംബ്ലിങ് ചെയ്തിട്ടാണ് ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റേതായ പെർഫെക്ഷനും ഉണ്ട്, അതിന് ചെറിയ പോരായ്മകളും ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ എന്ന് പറയുന്നത് കുമിൻസ് എഞ്ചിൻ്റെ ഹെഡൊക്കെ അയച്ചിട്ടാ ചേട്ടാ. ഇത് എഞ്ചിൻ പണിയായിട്ട് വന്നുള്ളതാണ്. എഞ്ചിൻ അയച്ചിട്ടാക്ക. ഇനി അയക്കാണ്ട് ഇതിൻ്റെ ഹെഡിൻ്റെ ഇതാടാ പൊട്ടിയിരിക്കുക. ഇതാണ് പിസ്റ്റൺ. ഒരു ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാട്ടാ വരുന്നത്. നിങ്ങൾക്ക് കാണാം 1, 2, 3, 4, 5, 6 ഇൻലൈൻ 6 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. ഒരു 180 HP എഞ്ചിനാണ് ഇത് വരുന്നത്. പിന്നെ അത് ഇതാണ് അതിൻ്റെ ഇഞ്ചക്ടർ, നോസിൽ ഇഞ്ചക്ടർ 24 വാൽവിൻ്റെ ഇഞ്ചക്ടറാണ് ഇത് വരുന്നത്. ഇതാണ് അതിൻ്റെ പുഷ് റോഡും കാര്യങ്ങളും. പിന്നെ ഇത് റോക്ക് റാം. പിന്നെ അതൊക്കെയാണ് എഞ്ചിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ FIP ഒക്കെ വരുന്നത്. ഇത് കുറച്ച് പണിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നമ്മുടെ വീഡിയോ സമാപിക്കുള്ളൂ. വണ്ടിയുടെ വർക്കിൻ്റെ വീഡിയോ ഇടാനേ നമുക്ക് കുറച്ച് തിരക്കുണ്ട്. അത് കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാം കവർ ചെയ്ത് പോകണം കേട്ടാ. പിന്നെ ഇതിൻ്റെ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ നമുക്കൊരു വലിയ 2 ടാങ്ക് കാണാം. അതേപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ യൂണിറ്റ് കാണാം. ഇത് എക്സോസ്റ്റ് മാനിഫോൾഡാണ്. ഇത് നമ്മൾ ഊരി വെച്ചേക്കണതാ. പിന്നെ ഈ സൈഡിൽ തന്നെ സ്റ്റെപ്പിന്. പിന്നെ ഇതിനൊരു ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടാറ്റ ഗിയർ ബോക്സ്. ഇതിൻ്റെ ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഈ ടോണ്ട 9 സ്പീഡ് ഗിയർ ബോക്സാണ് വരുന്നത്. അതായത് ഞാനത് വണ്ടി പണി കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അതായത് ഇതിൽ 2 സെക്ഷനിങ് ആയിട്ട് ഗിയർ വർക്ക് ചെയ്യണം. ഒരു ഹൈയും ലോയും. പിന്നെ നമുക്ക് ഇപ്പോൾ വരുന്ന വണ്ടികളിൽ അതേ ടെക്നോളജി അന്ന് കാലത്ത് അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ANW. പിന്നെ അത് ചേസിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ പ്രൊപ്പല്ലർ ഷാഫ്റ്റ്, പിന്നെ ഉള്ളിൽ 2 സപ്ലൈ ടാങ്ക് ഉണ്ട് എയറിൻ്റെ.
എഞ്ചിൻ പുള്ളിയാട്ടോ, അതൊക്കെ അയച്ചു വെച്ചേക്കുന്നതാണ്. ഇതാണ് അതിന്റെ സസ്പെൻഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് മൾട്ടി ആക്സിലാണ്, ബൂഗി സസ്പെൻഷനാണ് ഇവര്. ആണോ ബൂഗി സസ്പെൻഷൻ, അതിൻ്റെ ആമുകളും കാര്യങ്ങളും, ബാലൻസ് റാഡ്, എല്ലാ കാര്യങ്ങളും. പിന്നെ ഇതൊരു 6x4 വെഹിക്കിളാണ്. എല്ലാ വീൽ ആക്സിലാണ്. നമ്മൾ ഇതിൻ്റെ പണിപ്പോൾ കഴിഞ്ഞ് കയറ്റുള്ളൂ. ഹബിൻ്റെ ഗ്രീസിങ് ഉണ്ടായിരുന്നു, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സസ്പെൻഷൻ്റെ കുറച്ച് വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി. ഇനി എഞ്ചിൻ്റെ കുറച്ച് പണികളും കഴിയാണ്ട്. പിന്നെ ഇതിൻ്റെ ഡിഫറൻഷ്യലിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴേ ഇതാണ്ടാ റിട്ടറിൻ്റെ ഡിഫറൻഷ്യലാണ് വരുന്നത്. ഇത് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഫ്രണ്ടിലത്തെ ഞാൻ വന്നാറ് പറഞ്ഞല്ലോ 6x4 ആണ്. അപ്പോൾ ഇത് ഒരു ഡിഫറൻഷ്യൽ. അതേപോലെ തന്നെ ഇതിനടിയിൽ ഇതിലും വീല് കൊടുക്കുന്ന ഒരു ഡ്രൈവിനുള്ള ഡിഫറൻഷ്യൽ ഉണ്ട്. അതും റിട്ടേൺ തന്നെ കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ബ്രേക്ക് സിസ്റ്റിംഗ് ഒക്കെ സപ്ലൈ ചെയ്തേക്കുന്നത് 100 ചേസ് ഫുൾ സപ്ലൈ ചെയ്തേക്കുന്നത് വെക്കോൻ്റെയാണ്. പിന്നെ ബ്രേക്ക് സിലിണ്ടർ, അതായത് ഡുവൽ ബ്രേക്കിൻ്റെ SORL-ൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്. ഞാനത് പണി കഴിഞ്ഞാൽ ഇൻറ്റീരിയർ ഉള്ളിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ ഞാൻ പറയാം, കാണിച്ചു തരാടാ. അതൊക്കെയാണ് അതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇങ്ങനെ സൈഡിൽ ജാക്കും കാര്യങ്ങളൊക്കെ, ഹൈഡ്രോളിക്കിൻ്റെ റിസർവോയർ, ജാക്കും കാര്യങ്ങളും. ഇതിലാട്ടാ നമ്മളെ കൂളന്നെ നിറയ്ക്കുക റേഡിയേറ്ററിൻ്റെ. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മറ്റേ ഒഴിക്കണ പോലെയല്ല, ബാക്കിൽ നിന്നാണ് കൂളന്നെ നിറയ്ക്കുക. പിന്നെ ഈ ക്യാബിന് ഒരു സസ്പെൻഷൻ ഉണ്ട്. ക്യാബിൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സ്പ്രിങ് ആക്ഷനിലാണ് വർക്ക് ചെയ്യുക. നല്ല സുഖമാണ് പോകാൻ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതാണ് ഈ ഇതിൻ്റെ മൊത്തത്തിലൊരു ഓവർവ്യൂ എന്ന് പറയുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം കേട്ടോ. എഞ്ചിൻ ഓയിൽ കട്ട പിടിക്കാന്ന് കേട്ടിട്ടില്ലേ? ആ സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഓയില് ഒഴുകേണ്ട ഓയിലാണ് കേട്ടോ. കാരണം അങ്ങനെ കട്ട പിടിച്ചിട്ട് വരുന്നതാണോ, നൂല് പോലെ. ഓയില് കാണിച്ചു തരാം കേട്ടോ. നമുക്ക് ഓയിൽ കട്ട് ചെയ്തതാണോ ചേട്ടാ. എഞ്ചിൻ ഓയിൽ കട്ട് ചെയ്യാന്ന് പറയുന്നത്, ഞാനിപ്പോൾ ക്രാങ്ക് കേസ് അയക്കായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരു വ്ളോഗ് ചെയ്താലോ എന്നൊരു ചിന്ത. അങ്ങനെ നമ്മുടെ അച്യുതനെ കൊണ്ടുവന്നു. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങള്. പിന്നെ ഇതൊരു ഡീസൽ ടാങ്ക്, 360 ലിറ്ററിൻ്റെ ഡീസൽ ടാങ്ക് വരുന്നത്. ഇതിൻ്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി പണി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി റിവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്യണം. വണ്ടി ഓടിച്ച് നോക്കലും ഉള്ളിലത്തെ ക്യാബിൻ്റെ കാര്യങ്ങളും ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് വണ്ടിയുടെ ഫുള്ള് ടെക്നിക്കൽ റിവ്യൂ എന്ന് പറയുന്ന കാര്യങ്ങൾ. എല്ലാം ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിക്കാം നിങ്ങൾക്ക്. ഫ്രണ്ട്സ്, അതെ നമ്മളെ ഞാൻ ഈ പറയണ വീഡിയോ വരെ നിങ്ങൾ കാണുന്നത് ഒരു എത്ര മാസം, ഒരു 6 മാസം ആയിരുന്നു. ഒരു 6 മാസം മുമ്പത്തെ വീഡിയോ ഉണ്ടാ. അന്ന് പെയിന്റ് ഒക്കെ അടിച്ച് കുട്ടപ്പനൊക്കെ വണ്ടി ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ വണ്ടിയായിരുന്നു. ഇപ്പൊ കുറച്ച് പെയിന്റ് ഒക്കെ പോയിട്ട്, എന്നാലും ഉള്ളിലത്തെ കാര്യങ്ങളും. പിന്നെ എന്തുകൊണ്ടാണ് ഇന്ത്യയില് പച്ച പിടിക്കാഞ്ഞത്, പിന്നെ ആ കാര്യങ്ങളാടാ ഞാൻ അടുത്ത ഈ ഒരു ഭാഗത്ത് പറയണത്. അപ്പോൾ ഇന്നത്തെ ഞായറാഴ്ചയാണ്, ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ പണിയൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല, വണ്ടികളൊക്കെ എടുക്കുന്ന വിജനമായ റോഡ്, ആരുമില്ല. അപ്പോൾ സ്വസ്ഥമായിട്ട് വീഡിയോ എടുക്കാന്ന് വെച്ചു. പിന്നെ വണ്ടി ഞാൻ വേറൊരു നമ്മളൊരു അരനാട്ടര പാടത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പാടത്ത് വെച്ച് എടുക്കാന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി കൊണ്ടായി പോലീസുകാർ കൊണ്ടുപോയി ചിലപ്പോൾ വല കിട്ടിയാലോ എന്ന് വെച്ചാൽ അവിടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്ടാ നമ്മുടെ വണ്ടിയുടെ പൊസിഷൻ എന്ന് പറയണത്. ഡ്രൈവിംഗ് സീറ്റ് പൊസിഷൻ, സ്റ്റിയറിംഗ് വീലൊക്കെ. ഇതാണ് ഒരു സ്റ്റിയറിംഗ് വീൽ. നമ്മൾ ഇന്നവരെ കാണാത്തൊരു ഡിസൈനാണ്. ട്രക്കുകൾ കാണാത്തൊരു ഡിസൈൻ സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ ഇതാണ് മീറ്റർ ക്ലസ്റ്റർ വരുന്നത് കേട്ടോ. പിന്നെന്താ വിശേഷം, പിന്നെ ഇതൊക്കെയാണ് സെൻട്രൽ കൺസോളുള്ള സ്വിച്ചുകൾ, ഡിഫറൻഷ്യൽ ലോക്ക്, ലൈറ്റ്, ഹോണ്, അവ കാര്യങ്ങളൊക്കെ ഉള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാട്ടോ സെൻട്രൽ കൺസോള്. നല്ല അത്യാവശ്യം നല്ല സാധനങ്ങൾ വെക്കാൻ പറ്റിയതും. ഇതിപ്പോൾ കുറച്ച് നശിച്ചു, നമ്മുടെ ലീവ്സിൻ്റെ പിന്നും മുഷൊക്കെ. കപ്പ് ഹോൾഡറും കാര്യങ്ങളൊക്കെ. സീറ്റ്, ബെർത്ത് സീറ്റ് ബാക്കിലുണ്ട്. അപ്പോൾ ആ കാലങ്കോലായിട്ട് കിടക്കണ്ട. പിന്നെ നമ്മുടെ ലൈറ്റ് ഇവിടെയുണ്ട്, അതേപോലെ തന്നെ ആ ഭാഗത്തുണ്ട് ലൈറ്റ്. പിന്നെ മുകളിൽ അപ്പോൾസ്റ്ററി കണ്ട. നമ്മൾ ഇന്ന് 2020 ഇറങ്ങുന്ന ട്രക്കുകളുടെ ഡിസൈനിങ് ആണ് അന്ന് ഇവർ കൊണ്ടുവന്നത് കേട്ടോ.
AC കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വണ്ടിക്ക്. ഇത് നമ്മുടെ മ്യൂസിക് സിസ്റ്റം ഒക്കെ ഉണ്ടായിരുന്നു ഇൻബിൽട്ട്. ഇതൊക്കെ AC-യുടെ കംപ്രസർ ഇതൊക്കെ ഊരി വെച്ചാണ്. അപ്പൊ അതൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയണത്. പിന്നെ എന്തൊക്കെയാണ് അതിന്റെ ക്യാബിന്റെ വിശേഷങ്ങൾ. ഈ ക്യാബിൻ ഉണ്ടാക്കിയേക്കണത് ചൈന മെയ്ഡാണ്ടാ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വണ്ടി എന്ന് പറയുന്നത് ഒക്കെ വേറെ വേറെ കമ്പനികളിലും വേറെ വേറെ മെയ്ഡ് സാധനങ്ങളാണ്. അപ്പൊ ഈ ക്യാബിനും ഇതൊക്കെ ഡിസൈൻ ചെയ്തത് ചൈന മെയ്ഡാണ്. അതാണ് ഡാഷിനൊക്കെ അത്ര ക്വാളിറ്റി ലെവലില്ലാത്തത്. പക്ഷെ ഇന്നും ഇവ മടകളില് സൂപ്പർ പെർഫോമൻസ് കാഴ്ച ഭാരത് ബെൻസിന്റെ കലക്കും അത്രയും സൂപ്പർ പെർഫോമൻസ് കാണിച്ചേക്കണ 180 HP വണ്ടിയാണ്ടത്. അതായത് ഡിഫറൻഷ്യൽ ലോക്ക് അന്ന് ഇങ്ങനത്തെ വണ്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഒരു ചെറുപ്പകാലത്തില് ഈ വണ്ടിയൊക്കെ നമുക്ക് കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും എന്താ പറയാ, നമുക്ക് കാണാതെ ഒരു വണ്ടി കാണാൻ അത്ര ആഗ്രഹവും. പിന്നെ ഈ സൈഡിലുള്ള തീ പോണ ഡിസൈനുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ഒരു ട്രക്ക് നമ്മൾ കാണാറില്ല. കാരണം നമ്മൾ സാധാ ബോഡി കിട്ടിയ വണ്ടികൾ അല്ലെങ്കിൽ സാധാ SC ടിപ്പറുകൾ ഇങ്ങനത്തെ വണ്ടികളൊക്കെ ആയിരുന്നു കാണാല്. ഈ വണ്ടികളൊക്കെ കാണുന്ന റൂട്ടിലൂടെ കാണാൻ നമുക്കൊരു അത്ഭുതമായിരുന്നു പണ്ടത്തെ കാലത്ത്. അപ്പൊ അത്രയും പെർഫോമൻസ്, അത്രയും ഈ എഞ്ചിനും ക്ലച്ച് ഗിയർ ബോക്സ് ഡിഫറൻഷ്യൽ എല്ലാം കറക്റ്റ് പ്രൊപ്പോർഷനിൽ കൊടുത്തുള്ള ഒരു വണ്ടിയായിരുന്നു അത്. പിന്നെ ഇതെന്താ പോവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങക്ക് പറഞ്ഞുതരാം ഈ വണ്ടി എന്തുകൊണ്ട് ഔട്ടായി നേടാ. അപ്പൊ ഇന്നത്തെ ഈ AW കൊമ്പൻ ജനിക്കണത് 2002-ലാണ്ടാ. 2002-ലാണ് AW കമ്പനി സ്റ്റാർട്ട് ചെയ്യണത്. അതായത് നമ്മൾക്കറിയാം ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെയ്ലൻഡ് ടാറ്റല്ലാണ്ട് വേറൊരു ട്രക്ക് അല്ലെങ്കിൽ ഒരു ബസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അത്രയും റയറാണ്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ AW ട്രക്ക് ഇറങ്ങി വിജയിച്ചത്. നിങ്ങൾക്കറിയാം ഈ മൈനിങ്സ്, നമ്മുടെ അന്നത്തെ കാലത്ത് മൈനിങ്സിനൊന്നും റെസ്ട്രിക്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ഈ മടകളിലും പാറമടകളിലൊക്കെ ലെയ്ലൻഡ് ടാറ്റൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു ഇതിലാണ് ഈ ട്രക്ക് കയറി പോയത്. കാരണം ഇതിന് ഹൈ ട്രാക്ഷണൽ പവറാണ്, അത്രയും നല്ല ട്രാൻസ്മിഷൻ സിസ്റ്റം, മൾട്ടി ആക്സിൽ സിസ്റ്റം, അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ലോക്കും എല്ലാ കാര്യങ്ങളും ഫുൾ ഫെസിലിറ്റി അടക്കം വന്നുള്ള ഒരു മോഡുലാർ ട്രക്കായിരുന്നു ഈ AW-ന്റെ ടിപ്പർ സെഗ്മെന്റ്. അപ്പോ അന്നത്തെ കാലത്ത് അത്രയും 2006 കാലഘട്ടത്തിൽ അങ്ങോട്ട് ഈ വണ്ടിക്ക് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ബെസ്റ്റ് കമേഴ്ഷ്യൽ വെഹിക്കിൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഈ ട്രക്ക് പോവാൻ കാരണം നിങ്ങൾക്കറിയാം ഇതിന്റെ മേജർ ഷെയറുകൾ മൈനിങ്ങിലും ഈ അങ്ങനത്തെ ഏരിയസിലായിരുന്നു. അതായത് മടകളിലും മൈനിങ്സ്, ക്രഷറുകൾ അങ്ങനെ ഓട്ടായിരുന്നു ഈ AW വണ്ടികൾക്ക്. ഈ നമ്മുടെ ലോഡ് കൊണ്ടുപോകണതൊക്കെ വളരെ കുറവായിരുന്നു. ഇത് അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പുറം ലോകം കാണില്ലേ, മൈനിങ്ങിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതേപോലെ പടക്കണ വണ്ടിയായിരുന്നത്. അപ്പോ 2012 സുപ്രീം കോടതി ഒരു വിധി വന്നു. അതായത് മൈനിങ്സ് ബാൻ ചെയ്യും. ഗോവയിലും മഹാരാഷ്ട്രയിലൂടെ കർണാടകയിലൊക്കെ ബാൻ ചെയ്തു. ആ ഇതിലാണ് ഇതിന് തകർച്ചയുടെ തുടക്കം എന്ന് പറയാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാൻ ചെയ്തപ്പോ ഇതിന്റെ അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടികൾ റോട്ടിലേക്ക് ആവശ്യമില്ല. പിന്നെ അത്രയും ഇതിനുള്ള ആവശ്യമില്ല. പിന്നെ ഇവരെ ഷെയറുകളൊക്കെ പതുക്കെ പോയി തുടങ്ങി. അങ്ങനെയാണ് ഈ AW കമ്പനി കടായി. അപ്പൊ കുറെ കടങ്ങൾ വന്നപ്പോ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിക്ക് തിരിച്ചു പോകേണ്ട വന്നു. അങ്ങനെ പോയ വണ്ടിയാണ്. അല്ലാണ്ട് ഈ വണ്ടിയുടെ പെർഫോമൻസ് വൈസ് ഉള്ള ഒരു തരി ഡ്രോബാക്ക് ഇല്ല ഈ വണ്ടിക്ക്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും പെർഫോമൻസ്. ആ കൂടി ഒരു ഡ്രോബാക്ക് ഞാൻ കാണുന്നത് ഈ വണ്ടിയിൽ ഈ ക്യാബിന്. അത് പിന്നെ ചൈനക്കാരുടെ കേസായ കാരണാട്ടാ. ഈ ക്യാബിനുകൾ കണ്ട ഭയങ്കര ക്വാളിറ്റി കുറവാണ്. ഈ പ്ലാസ്റ്റിക് ആയാലും ഈ സ്വിച്ചസ് ഒക്കെ ആയാലും ഭയങ്കര ക്വാളിറ്റി കുറവാണ്. നമുക്കത് തൊടുമ്പോ തന്നെ ഫീൽ ചെയ്യാം. സ്റ്റിയറിംഗ് ഒക്കെ ആയാലും സ്റ്റിയറിംഗ് വലിയ കുഴപ്പമില്ല. ഡാഷ് ഒക്കെ കണ്ട സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇത്തിരി വളരെ മോശമാണ്. അത് മാത്രമാണ് ഇതിന്റെ ഒരു ഡ്രോബാക്ക് എന്ന് പറയാനുള്ളത്. പിന്നെ പെർഫോമൻസ് മുട്ടണ്ട. ഇപ്പോഴത്തെ വണ്ടികളുടെ മുമ്പിൽ ഇത് പടക്കുതിരി തന്നെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഇറങ്ങണ നമ്മുടെ പ്രൈമ അല്ലെങ്കിൽ ഭാരത് ബെൻസ് അല്ലെങ്കിൽ അശോക് ലേലന്റെ ക്യാപ്റ്റൻ ഇവരൊപ്പം പിടിച്ചു നിൽക്കണ വണ്ടിയാണിത്. അതായത് അന്നത്തെ കാലത്ത് ഇറങ്ങിയ വണ്ടിയാണ്. ഇപ്പോഴും മടയിൽ ഇത് കയറും. മനസ്സിലായ? അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടി നിൽക്കാൻ ഒരിക്കലും ഈ പെർഫോമൻസിന്റെ കേസ് കൊണ്ടല്ല ഈ വണ്ടി പോയത്. ഈ വണ്ടി പോയത് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണമാണ് വണ്ടി പോയത്. ആ കാലഘട്ടത്തിൽ എല്ലാ ടിപ്പർ സെഗ്മെന്റ് ഇത്തിരി മോശമായിരുന്നു. ഈ വണ്ടി ഇത് പോവാൻ കാരണം ഇത് ടിപ്പറും മൈനിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വണ്ടിയായിരുന്നു. അവരുടെ മേജർ ഷെയർ മൈനിങ്ങിലായിരുന്നു. അതായത് ഈ ഗുഡ്സ് കാരിയർ അല്ലെങ്കിൽ ബസ് സെഗ്മെന്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിലൊരു തിരിച്ചടി വന്നപ്പോഴാണ് ഈ കമ്പനി പൂട്ടേണ്ട ഒരു അവസ്ഥ വന്നത്. അല്ലാണ്ട് ഒരിക്കലും ഈ വണ്ടിയുടെ കംപ്ലൈന്റ് കാരണമല്ലാട്ടാ ഇന്നും ഈ വണ്ടി സാധനങ്ങള് നമുക്ക് കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുകളുണ്ട്. ഞാൻ കുറെ ഒക്കെ ഈ വണ്ടിയിൽ ലെയ്ലൻഡ് സാധനങ്ങൾ ഓൾട്ടർ ചെയ്ത് അവസാനം ഇത് ലെയ്ലൻഡും ടാറ്റയുടെയും സാധനങ്ങളായിട്ടുള്ള ഒരു വണ്ടി അതിൻ്റെ ഇത് മൊത്തം ഏകദേശം. എഞ്ചിൻ പിന്നെ കുമിൻസിന്റെ എഞ്ചിനാണ്. ബാക്കിയൊക്കെ ഈ ഗിയർ ബോക്സ് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ സാധനങ്ങളാണ്. പിന്നെ എയർ സിസ്റ്റം ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ഏകദേശം ഓൾട്ടർ ചെയ്ത് ഫുള്ള് ലെയ്ലൻഡ് സംഭവങ്ങളാക്കിയിട്ടുണ്ട്.
അപ്പൊ പിന്നെ ഇതിന്റെ പാർട്സിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല. ഈ വണ്ടി ഇപ്പോഴും നല്ല രീതിക്ക് ഇതിപ്പോ വന്നത് ഇതിന്റെ ക്ലച്ച് പണിയാനാണ്. ക്ലച്ചല്ല, ഫ്ലൈവീല് പോയതാണ്. അപ്പോ അതിന്റെ ക്ലച്ചും കംപ്ലൈന്റ് ആയി. അപ്പൊ നമ്മള് ക്ലച്ചും പണിത് ഇതൊക്കെയാണ് വണ്ടി ഇവിടെ ഇട്ടേക്കാണ് കേട്ടാ. അപ്പൊ അതാണ് ഇതിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് വണ്ടി ഒന്ന് ഓടിച്ച് നോക്കാം. ഇതിന്റെ ബാക്കി സ്പെസിഫിക്കേഷൻ ഒക്കെ ഞാൻ പറഞ്ഞു വിചാരിക്കുന്നു. ഇല്ല, നമ്മളൊന്ന് പറഞ്ഞില്ലേ. അല്ല, ഞാൻ ഇതിന് മെക്കാനിക്കൽ റിവ്യൂ, ടെക്നിക്കൽ ഫുൾ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഞാൻ അന്ന്. അപ്പൊ അതൊക്കെയാണ് ഈ വണ്ടിയുടെ വിശേഷങ്ങള്. ഒരു പുലിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാസം വണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. കാരണം കുമിൻസ് എഞ്ചിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടണ്ട തെങ്ങുമ്പോ കയറും. അതേപോലത്തെ എഞ്ചിനിൽ ഇത്രയും നല്ല ട്രാൻസ്മിഷൻ കൊടുക്കാൻ പറ്റിയ AMW എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ തന്നെ കേട്ടോ വണ്ടി. അത്രയും പെർഫോമൻസ് ഉള്ള വണ്ടിയാണ്. അത് പോയത് ഈ ഒരു സാമ്പത്തിക കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. പേഴ്സണലി ഭയങ്കര ടാറ്റനേക്കാളും ലേലനേക്കാളും ടിപ്പർ സെയിമിൽ ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. കാരണം അവരുടെ ട്രാൻസ്മിഷൻ സിസ്റ്റവും എഞ്ചിനും കറക്റ്റ് പക്ക കോമ്പിനേഷൻ ആയിരുന്നു. അപ്പൊ ആ ഒരു കാര്യം കൊണ്ട് ഈ വണ്ടി സൂപ്പർ വണ്ടി തന്നെയാണ്. അത്തരം ഫീച്ചേഴ്സ് ക്യാബിനിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ലാത്തതാണ്. അതിന്റെ ഈ ക്യാബിന്റെ ക്വാളിറ്റി കുറവുണ്ട്. അല്ലാണ്ട് വണ്ടിയുടെ ആസ് എ വെഹിക്കിൾ വണ്ടി പക്ക സാധനം പറഞ്ഞാൽ പക്ക ക്വാളിറ്റി ഉള്ള അടിപൊളി പെർഫോമൻസ് തരുന്ന ഒരു വണ്ടിയാട്ടോ അത്. ഫ്രണ്ട്സ്, അതെ ഇതാണ് ഇതിന്റെ കീ ട്ടാ. നോക്കിയാ ഇതെന്തോ ചൈന കീ. ഇതിന്റെ കീ ഇതിന്റെ പ്രത്യേകത ഉണ്ട്. ഇതിങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമില്ല. കീ നമുക്ക് എടുക്കണമെങ്കിൽ ഈ ലോക്ക് കണ്ട ഇതിങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം ചാവി വലിക്കാൻ. അല്ലെങ്കിൽ ചാവി ജന്മണെങ്കിൽ കിട്ടില്ല കേട്ടാ. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇന്നാക്കിയിട്ട് വേണം വണ്ടി ചാവി എടുക്കാൻ. അങ്ങനെ കുറെ സിസ്റ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. അന്നൊക്കെ എനിക്ക് ഈ വണ്ടി കാണുമ്പോൾ ഒരു അത്ഭുതമായിരുന്നു. കാരണം നമ്മളിങ്ങനത്തെ വണ്ടികളൊന്നും കണ്ടിട്ടില്ലല്ലോ. ഫ്രണ്ട്സ്, അതെ പിന്നെ ഇതിന്റെ ഹാൻഡ് ബ്രേക്ക് കണ്ട. ഹാൻഡ് ബ്രേക്കിന്റെ പ്രത്യേകത ഇതാണ് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ലിവർ ഇങ്ങനെ ഹാൻഡ് ബ്രേക്ക് റിലീസിങ്, ഇത് ഹാൻഡ് ബ്രേക്ക് ഇടല് കേട്ടാ. പിന്നെ വരുന്നത് ഇതാണ് ഒരു ഗിയർ നോബ്. 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഒരു ലോ ഗിയർ അല്ലെങ്കിൽ ഒരു ക്രൗളർ ഗിയർ എന്നൊക്കെ പറയും. റിവേഴ്സ് ഗിയർ. വരുന്നത് ഒരു 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത്. നമ്മളതായത് ഡബിൾ ഷിഫ്റ്റ് ഗിയർ ബോക്സ്. വണ്ടി ഓടിക്കാൻ നല്ല സുഖമാണ്, നല്ല രസം ഓടിക്കാൻ. ക്യാബിന് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അതാണ് നമ്മുടെ AMWന്റെ വിശേഷങ്ങൾ കേട്ടാ. അപ്പൊ അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ചെയ്യാടാ. പിന്നെ നമ്മള് വീഡിയോസ് ഇതിൽ ലേറ്റ് ആവുകൊണ്ട് വരുന്നത് നിങ്ങൾ ക്ഷമിക്കുക, നമുക്ക് വർക്കിന്റെ തിരക്കുണ്ടാവടാ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക, എല്ലാ വണ്ടി പ്രാന്തന്മാർക്കും ഒന്ന് ഷെയർ ചെയ്യാടാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ വേറെ നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം.